അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? സ്ത്രീയടല്ലേ? എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണമെന്ന് ഞാൻ അറിയണ്ടേ. സംഭവം കണ്ടു ഞാൻ മിഴികളിൽ റൂമെടുക്കാൻ പൈസ ഇല്ലാത്ത കാർ കൊണ്ടുപോയ. ഇതൊരു ഫാമിലി ചാനലാണ്. എടാ ബോംബ് വെച്ചിട്ട് പുന്നാര സോമന സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില് അല്ല ഞാനിതെങ്ങനെ പറയും. As a filmmaker, it is an added responsibility that people are comfortable when they watch with their family, with their spouse, whatever, if they are conditioned in a certain way. എടാ ഇത് ഉറുഷിയാണോ കൽപ്പനയാണോ? ഇതെന്തിനാ അത്? എടാ ഈ പടത്തിനാണ് ഇത്ര നാളും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്? ഇതൊന്നും രണ്ട് കളി കളിക്കാനാ? തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. All know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of കസബ. ചരിത്രത്തിൽ നമ്മുടെ രണ്ടുപേരുടെ പേരുകളും രേഖപ്പെടുത്തണം. നിന്റെ പേരും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇല്ല, നിന്റെ പേരുണ്ട്. വിനോദ. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and cool. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. എനിക്ക് അധികാരമുള്ളൂ, ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴം ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലാക്കി. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. ഇതിൽ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ആദ്യത്തെ സീൻ നോക്കൂ, അതിൽ സ്ത്രീ മുകളിലാണ്. സ്ത്രീ അങ്ങനെയെങ്കിലും ഈ ഒരു സിനിമയിൽ മുകളിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്തി എന്നുള്ളത് പ്രശംസനീയം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ കസബയില് ഈ കുത്തിന് പിടിക്കുന്നത് വില്ലനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. ഹീറോ ആണോ? അല്ല, വില്ലൻ. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. എടാ, നിനക്കുണ്ടായ അപമാനം നിനക്ക് മാത്രമാണോ? പിന്നെ നമ്മുടെ തൈവളപ്പി കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയില്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇതെന്തൊരു അടൽസൊള്ളി പടൂ. ആ കാറിന്റെ അകത്ത് കിടന്നിട്ട് ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈ ഇടയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനത് ചിങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ.